ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ നമ്മളെ തലശ്ശേരിക്കാരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തരി ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. തരി ബിരിയാണീൻ്റെ റെസിപ്പി കാണിക്കുമെന്ന് വെച്ചിട്ട് ഇതിന് മുമ്പ് 2-3 ആൾക്കാർ ചോദിച്ചിരുന്നു. പിന്നെ അതുകൂടാണ്ട് നമ്മൾ പുറത്ത് പോയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തിരുന്നു, കുറച്ച് വീഡിയോസ് ഫോട്ടോസ് എടുത്തിരുന്നു. അപ്പോൾ അതും ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തരി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 കിലോ ചെമ്മീനാണ് എടുത്തത്. ചെമ്മീൻ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ചെമ്മീൻ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഈ തരി ബിരിയാണി 2 കപ്പ് തരിക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. 2 കപ്പ് തരിക്ക് 1 കിലോ ചെമ്മീൻ തന്നെ വേണമെന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് അധികം പൊരിച്ചെടുക്കുന്നതെന്നുള്ളൂ. 1 കിലോ ചെമ്മീന് നമുക്ക് 4 കപ്പ് തരിക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ഈ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീനിടുന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടുന്ന മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 2 വലിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്ന വലുതെടുക്കണ്ടേ, ഒരു മീഡിയം സൈസിലുള്ള 2 ഉള്ളിയാണ് എടുക്കേണ്ടത്. ഇനി ഈ ഉള്ളി നല്ലോണം ഒന്ന് വാട്ടിക്കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടില്ല, അത് ഇവിടുന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ ഇതാ ഉള്ളിയുടെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിത് 3 കൂടിയിട്ട് ഒരുമിച്ച് ചതച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിൽ 6 അല്ലി വെളുത്തുള്ളി, ഒരു 5 പച്ചമുളകും പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് 3 കൂടിയിട്ട് ഞാൻ ഒരുമിച്ച് ചതച്ചെടുത്തതാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിക്കൊടുക്കുക. ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ ഒരു പച്ചമണം മാറുന്നതിലൊന്ന് വാട്ടിക്കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിക്കൊടുക്കുക. തക്കാളി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണേ. അപ്പോൾ ഇതാ ഇതിലുള്ള തക്കാളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കൂടുതലായി, ഇപ്പം നമ്മൾ ചെമ്മീൻ പൊരിക്കുന്നതിൽ മുളക് പൊടി ഇട്ട് കൊടുത്തല്ലേ, അതുകൊണ്ട് കൂടുതൽ ഇടണ്ട, 1/2 ടീസ്പൂണോളം മതി. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിക്കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറേ ആയിപ്പോണ്ട്, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനൊരു പേരിന് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഈ പൊടിയെല്ലാം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നേ ഉള്ളൂ. നമുക്ക് ഇത് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക. 5 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിതിൽ 1 കിലോ ചെമ്മീൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, ഞാൻ പകുതി ചെമ്മീനെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമുക്കിതിലേക്ക് പുളിനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു പുളിനാരങ്ങൻ്റെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് വീണ്ടും അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ ചെമ്മീൻ്റെ ഫ്ലേവറിലൊന്ന് മസാലയിൽ നല്ലോണം പിടിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മസാലയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് തരി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2 കപ്പ് തരിയാണ് എടുത്തത്. 2 കപ്പ് തരി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ വറുത്ത തരിയാണെങ്കിൽ വറുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ വറുക്കാത്ത തരിയായതുകൊണ്ട് വറുത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ തരിയുടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്, പച്ചവെള്ളമല്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ 2.5 കപ്പ് വെള്ളമാണ് എടുത്തത്. 1 കപ്പ് തരിക്ക് 1/4 കപ്പ് വെള്ളം എന്ന കണക്കിൽ 2.5 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ചൂടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് തരി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂണ് RKG ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നെയ്യിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 ഏലക്കായും പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും 2 ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 കൂടിയിട്ട് ഒരുമിച്ച് ചതച്ചെടുത്തതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിക്കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ചൂടാക്കാൻ വെച്ച വെള്ളമില്ല, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തരിക്ക് 1/4 കപ്പ് വെള്ളം തന്നെ എടുക്കാൻ നോക്കണേ, വെള്ളം കൂടിപ്പോണ്ട. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ വെള്ളയുടെ തിളക്കുന്നുണ്ട്.
ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തിളച്ചോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത തരി അത് കുറച്ച് കുറച്ചായിട്ട് കൈ വെക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ കട്ട കിട്ടും. അതുകൊണ്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം വറ്റാൻ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതിലേക്ക് ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നില്ല അതുപോലെ തന്നെയാണ് ഈ ഒരു തരി ബിരിയാണി. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിച്ചപ്പാണ്. അതും കൂടി ചേർത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. തരിയായതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ കുക്കായിക്കോളുമല്ലോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. ഇനി ഇതിൻ്റെ മൂടി തുറന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളെ തരി ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു തരി ബിരിയാണി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, നമ്മൾ ദുബായിൽ ഒരു സ്ഥലത്ത് പോയി നിന്ന്, അപ്പോൾ അവിടെയുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം.